ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു മലയാളം മൂവി ഷറഫുദ്ദീനൊക്കെ അഭിനയിച്ചിരിക്കുന്ന ആ മലയാളം മൂവി കാണാൻ പോവുകയുണ്ടായി. നല്ല അടിപൊളി കോമഡി മൂവിയാണ്. കുറേ നാളത്തേക്ക് ശേഷം എന്താണ് സ്ലാപ്റ്റിക് കോമഡി എന്ന് അങ്ങനെയൊക്കെ പറയുന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ ആ വേർഡ് റിലേറ്റഡ് ആയിട്ട് പടം തുടങ്ങി അങ്ങ് അവസാനിക്കുന്നത് വരെ കോമഡിയാണ്. നമുക്ക് ഇൻ്റർവെല്ല് വന്നത് പോലും നമ്മൾക്ക് അറിയാൻ പറ്റിയില്ല. അത്രയ്ക്കും നല്ല കോമഡികളൊക്കെ ഉള്ള ഒരു മൂവിയാണ്. കുറേ നാളത്തേക്ക് ശേഷം നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ ബോയിങ് അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കൂട്ടത്തല്ലൊക്കെ വരുന്ന ഒരു മൂവിയില്ല, അത്തരത്തിലുള്ള ഒരു മൂവിയാണ് ശരിക്കും നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. പക്ഷേ എന്നെ ആകർഷിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അൽതാഫ് സലീം ചെയ്യുന്ന വളരെ ചുരുങ്ങിയ സമയം, ഒരു 3-4 മിനിറ്റാണ് അൽതാഫ് സലീം ആ പടത്തിലുള്ളെങ്കിലും ആ വന്ന സമയത്ത് അദ്ദേഹം കിടുക്കി. അപ്പോൾ ആ ഒരു അൽതാഫ് സലീം വന്ന ഒരു പോർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതായത് നമുക്കുണ്ടാവുന്ന ദേഷ്യം, ദുഃഖം, നമുക്കുണ്ടാകുന്ന അസൂയ, അങ്ങനെയുള്ള എന്ത് ഇമോഷൻസ് ആയാലും അതൊരു ഡിസ്ട്രക്റ്റീവ് മെത്തേഡിലൂടെ കളയുന്ന ഒരു സംഭവമാണ് ആ ഒരു മൂവിയിൽ ആ ഒരു അൽതാഫ് സലീമിൻ്റെ പോർഷനിൽ കാണിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു പോർഷൻ വന്നപ്പോൾ ഞാൻ പിന്നീട് അത് ആലോചിച്ചിരുന്നു, അത് വൈഫിനോട് സംസാരിക്കണം. കാരണം വൈഫ് ഇത്തരത്തിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ MSW ഒക്കെ കഴിഞ്ഞ് കൗൺസിലിങ്, അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ PhD ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു കൾമിനേഷൻ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്രിയാസ് മൈൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് വരെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അവരോട് സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു ഡിസ്ട്രക്റ്റീവ് മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ദേഷ്യം, നമുക്കുണ്ടാകുന്ന സങ്കടം, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ് ചുരുങ്ങിയ സമയത്തേക്ക് നമുക്കൊരു പെട്ടെന്ന് വേണ്ട ഒരു റെമഡി എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ലോങ് ടൈമിൽ ഒരിക്കലും ഈ ഒരു സംഭവം ഓക്കെ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പണ്ട് സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കോളജി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം സൈക്കോളജി ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ 3 സൈക്കോളജി ക്ലാസ്സിൽ അന്ന് വന്നൊരു ഫാദർ പറഞ്ഞ ചില ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ എനിക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരണം, ഒരു മനുഷ്യനോട് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരണം. ഈ ദേഷ്യം വരുമ്പോൾ നമുക്ക് ഫിസിക്കലി ചാലഞ്ച് ചെയ്താൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് കലാശിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം? നമ്മുടെ റൂമിൽ ചിലപ്പോൾ നല്ല പില്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ടർക്കി ഉണ്ടാവും. അപ്പോൾ ഈ ടർക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്യൂസ് ചെയ്തിട്ട് നമ്മുടെ ദേഷ്യം, നമ്മുടെ എതിരാളി ആ ടർക്കിയാണെന്ന് അങ്ങോട്ട് സങ്കല്പിച്ചിട്ട് നന്നായിട്ട് അവനെ അങ്ങോട്ട് ക്യൂസ് ചെയ്ത് നമ്മുടെ ദേഷ്യം തീർക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നല്ല പില്ലോകളുണ്ടാവും. അപ്പോൾ എതിരാളി ആ പില്ലോ ഒന്ന് സങ്കല്പിച്ചിട്ട് നല്ല ഇടി അങ്ങോട്ട് ഇടിച്ച് നമുക്ക് ദേഷ്യം തീർക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് വരുന്ന ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള ദേഷ്യവും ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തീരൂല. പക്ഷേ ചെറിയ ഒരു ദേഷ്യം അല്ലെങ്കിൽ ദുഃഖമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചില ടെക്നിക്കുകളിലൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ മൈ ബോസ് എന്നുള്ള മൂവിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദിലീപും മമത മോഹൻദാസും അഭിനയിച്ച ഒരു മൂവിയാണ്. അപ്പോൾ മമത മോഹൻദാസ് ദിലീപിൻ്റെ ബോസായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ചില കമാൻഡുകൾ ആസ് എ പുരുഷൻ അല്ലെങ്കിൽ മെയിൽ എന്നുള്ള നിലയിൽ ദിലീപിന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദിലീപിന് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ദിലീപ് എന്താ ചെയ്യുന്നത്? ആ ഒരു ടോയ്ലറ്റിൽ പോയിട്ട് ബക്കറ്റ് അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് അവളോടുള്ള ദേഷ്യം അങ്ങോട്ട് തീർക്കുകയാണ്. അത്രക്ക് ദേഷ്യമാണ്. പക്ഷേ ആ ദേഷ്യം തീർക്കാനായിട്ട് ഒരിക്കലും ഡയറക്റ്റ് ഫിസിക്കലി നമുക്കത് പറ്റില്ല. പക്ഷേ അതിന് പകരം നമ്മളുടെ മുമ്പിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ദേഷ്യം അങ്ങോട്ട് റിലീസ് ചെയ്യുന്നൊരു സംഭവമാണ് ആ മൈ ബോസ് എന്നുള്ള മൂവിയിൽ കാണിച്ചത്. ആ മൈ ബോസ് ഇറങ്ങിയതിന് ശേഷം പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പല ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബക്കറ്റുകളും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പലരും അവരുടെ ദേഷ്യങ്ങൾ തീർത്ത സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ആ ഡിസ്ട്രക്റ്റീവ് മെത്തേഡിനെ കുറിച്ചിട്ട് എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ വൈഫാണ് പറഞ്ഞത്, നമ്മുടെ കേരളത്തിലെ എറണാകുളത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടെന്ന്. അങ്ങനെ ആ സ്ഥാപനത്തിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ആ ഒരു സ്ഥാപനം ഞാൻ കണ്ടെത്തിയത്. ഇവരാണ്, അതായത് എന്ന് പറഞ്ഞ ടീമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ റേഞ്ച് റൂം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്,
ഈ റേഞ്ച് റൂം ആൻഡ് ഡിസ്ട്രക്ഷൻ തെറാപ്പി എന്നാണ് അവർ ഇതിനെ പറയണത്. അപ്പോൾ ഈ ഡിസ്ട്രക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ടെക്നിക്കാണ്. ഈ വാല്യുബിൾ ടെക്നിക്കിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ആങ്കർ, ദേഷ്യം, നമ്മുടെ സാഡ്നെസ്, നമ്മുടെ മൂഡ് സ്വിങ്, അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാം. അതിന് അവർ ഡിസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് തരുന്നത് എന്താ, പഴയ ഹോം അപ്ലയൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ആയിരിക്കും. അത് അടിച്ച് തെറിപ്പിക്കാൻ പറ്റുന്ന സ്റ്റിക്കുകൾ നമ്മുടെ കയ്യിൽ തരും. നമുക്ക് സേഫ്റ്റി ആയിട്ട് നമ്മുടെ കണ്ണ്, നമ്മുടെ എന്താണ് ഹെഡ്, നമ്മുടെ ശരീരം മൊത്തം കവർ ചെയ്തിട്ട് അത്രയും സേഫ്റ്റി ആയിട്ടായിരിക്കും നമുക്കിത് അടിച്ച് തകർക്കാനുള്ള ആ ഒരു സംഭവം തരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് മെക്കാനിസം അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് തെറാപ്പി നമുക്ക് മൈൻഡ്ഫുൾനെസ്, സെൽഫ് അവെയർനെസ്, നമുക്കൊരു പാർട്ടിസിപ്പൻസിനെ എംപവർ ചെയ്യാനുള്ള ചില ടെക്നിക്കുകളായിട്ടാണ് ഈ ഒരു ടീം ഇത് അവതരിപ്പിച്ചേക്കണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കിലൂടെ നമുക്ക് കടന്നു പോകാൻ നേരത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ സമ്മാനിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എനിവേ, ഇതൊരു ചെറിയ ആങ്കറാണ്, ചെറിയ ദേഷ്യമാണ്, അല്ലെങ്കിൽ ചെറിയൊരു സാഡ്നെസ് ആണെങ്കിൽ നമുക്കിത് ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ലൈഫ് ലോങ് നമുക്ക് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആങ്കറാണ്. നമുക്ക് എപ്പോഴും ദേഷ്യമാണ്, നമുക്ക് എപ്പോഴും സങ്കടമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുടെ ഹെൽപ്പ് അത്യാവശ്യമായിട്ട് എടുക്കണം. അതങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ കൃത്യമായിട്ടുള്ള തെറാപ്പികൾ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ എൻ്റെ ഒരു വൈഫാണ്, എൻ്റെ വൈഫാണ്. അപ്പോൾ പ്രിയാസ് മൈൻഡ് സ്റ്റുഡിയോ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരുടെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. എനിവേ, ഈ ഒരു ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഒരു ഹെൽത്തിയറാണ്. ചില ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ മദ്യപിക്കാറും പുകവലിക്കാറും അല്ലെങ്കിൽ അവർ വല്ല കൊക്കൈൻ അല്ലെങ്കിൽ എന്താണ് ബ്രൗൺ ഷുഗർ അത്തരത്തിലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നിലേക്കൊക്കെയാണ് ചെന്ന് ചാടാറ്. അതിന് പകരം അതൊന്നും ഉപയോഗിക്കാണ്ട്, അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം നശിപ്പിക്കും. അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് എടുക്കുന്നതിലൂടെ കുഴപ്പമില്ല. പക്ഷേ അത് ഒരു ചെറിയൊരു ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രക്റ്റീവ് മെത്തേഡിലൂടെ പോകും. എന്നാൽ വലിയ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്ന ചില ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകില്ല. അതിന് തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുടെ സപ്പോർട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള മൂവിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു തോട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.